ഏകലവ്യനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നിഷാദ രാജാവായിരുന്ന ഹിരണ്യധനുസിന്റെ പുത്രനാണ് ഏകലവ്യൻ. പാണ്ഡവരും കൗരവരും കുട്ടിക്കാലത്ത് ദ്രോണാചാര്യരുടെ കീഴിൽ ആയുധാഭ്യാസം നടത്തുന്ന കാലത്ത് ഒരിക്കൽ ഗുരുനാഥനായിട്ടുള്ള ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ഏകലവ്യൻ എത്തി. ദ്രോണാചാര്യരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച ഏകലവ്യൻ തന്നെ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ നിഷാദ രാജാവിൻ്റെ പുത്രനാണ്. അതുതന്നെ ഒരു പ്രശ്നമാണ്. കാരണം ഈ നിഷാദ രാജാവ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ വസിക്കുന്ന ഗോത്രവാസികളായിട്ടുള്ള ആളുകളുടെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഞാൻ എന്ന് ആദ്യമേ പരിചയപ്പെടുത്തി. എനിക്ക് ഗുരുനാഥനായിട്ട് അങ്ങയെ ലഭിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് അങ്ങയെ ഗുരുനാഥനായി വരിച്ചു കഴിഞ്ഞു. ദയവുണ്ടായി എന്നെ ശിഷ്യനായി സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ദ്രോണാചാര്യർക്ക് ഏകലവ്യൻ്റെ ഗുരുഭക്തിയിൽ വലിയ സന്തോഷം തോന്നിയെങ്കിലും ചെറിയൊരു വിഷമവും ഉള്ളിൽ തോന്നി. കുഞ്ഞെ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമായി. പക്ഷേ നീ ക്ഷത്രിയനോ ബ്രാഹ്മണനോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇവിടെ രാജാവിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരാളായിട്ടുള്ള എനിക്ക് നിന്നെ ശിഷ്യനായി സ്വീകരിക്കാൻ നിർവാഹമില്ല. എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. അതുകൊണ്ട് നീ തൽക്കാലം മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ ഏകലവ്യൻ അല്പം വിഷമമൊക്കെ തോന്നിയെങ്കിലും ഗുരുനാഥനോട് ഒരു തരത്തിലുമുള്ള അപ്രിയം തോന്നിയില്ല. ഗുരുനാഥൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ഗുരുഭക്തി പിന്നെയും വലുതാവുകയേ ചെയ്തുള്ളൂ ഏകലവ്യൻ്റെ ഉള്ളിൽ. ഗുരുനാഥനോടുള്ള ബഹുമാനം പിന്നെയും കൂടി. അദ്ദേഹം തിരിച്ച് കാട്ടിലേക്ക് പോയി ദ്രോണാചാര്യരുടെ ഒരു പ്രതിമയുണ്ടാക്കി വെച്ച്, മണ്ണുകൊണ്ടൊരു പ്രതിമയുണ്ടാക്കി വെച്ച് ആ പ്രതിമയെ തൻ്റെ ഗുരുനാഥൻ തന്നെ എന്നുറപ്പിച്ച് കണ്ട് ആ പ്രതിമയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഏകാഗ്രമായ തപസ്സും ധ്യാനവും കൂടെ ആയുധാഭ്യാസവും തുടങ്ങി. കുറേ കാലം കഴിഞ്ഞു. ഇവിടെ ഹസ്തിനപുരിയിൽ പാണ്ഡവരും കൗരവരും രണ്ടുപേരും നന്നായി ആയുധവിദ്യകളൊക്കെ അഭ്യസിച്ചു. ഒരിക്കൽ ഇവർ നായാട്ടിന് വേണ്ടിയിട്ട് ഗുരുനാഥന്മാരോടുകൂടി എല്ലാ കുട്ടികളും കാട്ടിലേക്ക് പോയി. കാട്ടിൽ പോകുമ്പോൾ ഇവരുടെ കൂടെ ഒരു നായയും ഉണ്ടായിരുന്നു. ഈ നായ ഇവർക്ക് മുൻപിലായിക്കൊണ്ട് കാട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്നപ്പോൾ വിചിത്ര രൂപം ധരിച്ച ഒരു മനുഷ്യനെ കണ്ട് നായ ഉറക്കെ കുരയ്ക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ ഒരു സംശയം ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ കുറേ അസ്ത്രങ്ങൾ ഒരുമിച്ചെടുത്ത് ഈ നായയുടെ വായിലേക്ക് അയച്ച് നമ്മൾ സൂചിയും നൂലുമൊക്കെ ഉപയോഗിച്ച് തുന്നില്ലേ, ഇതുപോലെ ഈ നായയുടെ വായി മൂടിക്കെട്ടി. നായ വേഗം തിരിച്ച് കുരയ്ക്കാനാകാതെ ഇങ്ങോട്ട് ഓടി വന്ന് പാണ്ഡവരുടെയും കൗരവരുടെയും അടുത്തെത്തി. ഇങ്ങനെ ഒരു രൂപത്തിലുള്ള ഒരു പ്രവൃത്തി കണ്ട് പാണ്ഡവർക്കും കൗരവർക്കും ഗുരുനാഥന്മാർക്കും എല്ലാവർക്കും വലിയ അത്ഭുതം തോന്നി. ഒരു സാധാരണ ആയുധാഭ്യാസിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ചെയ്തിരിക്കുന്നത്. കുറേ അസ്ത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നുന്നത് പോലെ ഒരു നായയുടെ വായ മൂടിക്കെട്ടാൻ ഒരു സാധാരണക്കാരന് കഴിയില്ല. അപ്പോൾ ഇത് ആരാണെന്ന് അന്വേഷിച്ചവർ കാട്ടിലേക്ക് ചെന്നപ്പോൾ ഏകലവ്യനെ കണ്ടു. ഏകലവ്യനോട് പാണ്ഡവരും കൗരവരും ഒരുമിച്ച് ചോദിച്ചു, അങ്ങ് ആരാണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ ദ്രോണാചാര്യരാണ്. അദ്ദേഹത്തിൻ്റെ വൈഭവം മാത്രമാണ് ഈ കാണുന്നത്, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല എന്ന് തൻ്റെ ഗുരുനാഥനെ ഉയർത്തിക്കൊണ്ട് ശിഷ്യൻ സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ അർജുനന് വലിയ വിഷമായി. അർജുനൻ ഗുരുനാഥനോട് പറഞ്ഞു, അങ്ങാണ് എന്നോട് വാക്ക് തന്നത് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അസ്ത്രാഭ്യാസിയാക്കി